അധികൃതരുടെ അവഗണനയിൽ ഉപ്പുതറ ആനപ്പള്ളത്തെ ആരോഗ്യവകുപ്പിന്റെ സബ് സെന്റർ വെറുതെ കിടന്നു നശിക്കുന്നു. ഇതോടെ മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങളുടെ ആശ്രയമാണ് നഷ്ടമാകുന്നത്. 40 വർഷം മുമ്പ് കെ തോമസ് MLA ആണ് ആനപ്പള്ളം ചെരിപ്പേരിൽ കുട്ടൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് സബ് സെന്റർ പണിയാൻ ഫണ്ട് അനുവദിച്ചത്. ഉപ്പുതറയിൽ നിന്നും JHI, JPHN തുടങ്ങിയ ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ ഒരു ദിവസം ഇവിടെ സേവനത്തിനെത്തിയിരുന്നു. കെട്ടിടം തകർച്ചയിലായതോടെ ഉദ്യോഗസ്ഥരുടെ വരവ് നിന്നു. പിന്നീട് ചുറ്റും കാട് വളർന്ന് പരിസരം ഇഴജന്തുക്കളുടെ താവളമായി മാറി. അടർന്നു വീഴുന്ന മേൽക്കൂര ഏതു നിമിഷവും തകർന്നടിയുന്ന അവസ്ഥയിലാണ്. ജനലുകളും അഴികളും ദ്രവിച്ച് നശിച്ചു. ആകെയുള്ള ചുറ്റുമതിലും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ് ആനപ്പള്ളത്തെ ആരോഗ്യ സേവന കേന്ദ്രം. ഇതിന്റെ അവസ്ഥ ഒരു 4 വർഷമായി ഇതിന് പ്രവർത്തനം ഇല്ലാതായിട്ട്. ഇവിടെ ഒരു സിസ്റ്റർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആഴ്ച ഒരിക്കൽ ഡോക്ടർ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒരു മരുന്ന് വാങ്ങിക്കുക, ഒരു വാക്സിൻ എടുക്കണമെങ്കിൽ പോലും ഞങ്ങൾ ഉപ്പാരെ കൊണ്ടുപോകും. ഒരാൾക്ക് 70 രൂപ വണ്ടിക്കൂലി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത്ര ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. ഒന്നെങ്കിൽ ഇത് പ്രവർത്തനം തുടരുക ഹെൽത്ത് സെൻ്ററായിട്ട്, ഇല്ലെങ്കിൽ ഇത്രയും വലിയ കെട്ടിടം ഇവിടെ നല്ലൊരു അംഗൻവാടി പോലും ഇല്ല. അല്ലെങ്കിൽ അംഗൻവാടിക്കെങ്കിലും ഇത് കൊടുക്കണം. ഞങ്ങൾ മന്ത്രിമാർക്കൊക്കെ ഇപ്പോൾ നിവേദനം, കലക്ടർക്ക് നിവേദനം കൊടുക്കാനായിട്ടിരിക്കുക. ഇതൊരു SC കോളനി, പട്ടികാതി കോളനിയാണ്. ഈ കോളനിയുടെ പേരിൽ വന്നതുമാണിത്. പക്ഷേ ഇപ്പോൾ യാതൊരു പ്രവർത്തനവും ഇല്ല. കുത്തിവയ്പ്, മെഡിക്കൽ ക്യാമ്പ് അടക്കം ആരോഗ്യവകുപ്പിന്റെ പ്രാദേശികമായ പ്രവർത്തനങ്ങൾ അടുത്തുള്ള പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിലാണിപ്പോൾ നടത്തുന്നത്. സബ് സെന്ററിന്റെ പ്രവർത്തനം നിലച്ചതോടെ തോട്ടം തൊഴിലാളികൾക്കും ആശ്രിതർക്കും വേണ്ടി പ്രത്യേക മെഡിക്കൽ സംഘം നടത്തിയിരുന്ന പ്രതിമാസ മെഡിക്കൽ ക്യാമ്പുകളും വർഷങ്ങളായി നടക്കുന്നില്ല. NHM ഫണ്ടിൽപ്പെടുത്തി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പലതവണ സ്ഥലം സന്ദർശിച്ചെങ്കിലും പിന്നീട് ഒരു നടപടിയും ഉണ്ടായില്ല. അതിനിടെ സബ് സെന്ററിന് കെട്ടിടം നിർമ്മിക്കാൻ സൗകര്യപ്രദമായ 10 സെന്റ് സ്ഥലം 2020 മാർച്ചിൽ സ്വകാര്യ വ്യക്തി പഞ്ചായത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിലും തുടർ നടപടിയുണ്ടായില്ല. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഉപ്പുതറ കമ്മ്യൂണിറ്റി സെന്ററിന്റെ കീഴിലാണ് ആനപ്പള്ളം സബ് സെന്റർ. ആരോഗ്യവകുപ്പും ബ്ലോക്ക് പഞ്ചായത്തും അടിയന്തരമായി ഇടപെട്ട് വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.